ശ്രീ എം എ നിഷാദ്, ഈ കോടതി വിധി അങ്ങ് എങ്ങനെ കാണുന്നു? ഈ കോടതി വിധി നമ്മളെ സംബന്ധിച്ചോളം ഒരു കോടതിയുടെ വിധിയോ ജഡ്ജിയോ ഈ സമയത്ത് കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം ഒരു വേർഡിക്റ്റ് ഇറങ്ങിപ്പോയി. ആ വേർഡിക്റ്റിൽ സ്വാഭാവികമായിട്ടും അതിന് അനുകൂലിക്കുന്നവരുണ്ടാവും, എതിർക്കുന്നവരുണ്ടാവും. വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇനിയും മേൽക്കോടതികളുണ്ട്. ഇതിന്റെ മേളിൽ നീതി കിട്ടിയില്ല, അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മേൽക്കോടതി. പതിനാണ് ആസിഫ് അലി സാറും ഒക്കെ സംസാരിച്ചത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിന്റെ വിധിപ്പകർപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും രണ്ട് പക്ഷം തന്നെ ഈ പൊതുസമൂഹത്തിലുണ്ട്. അത് കൂടുതലും അതിജീവിതയ്ക്ക് വേണ്ടി തന്നെയുള്ളതാണ് എന്നുള്ളതാണ് വസ്തുത. അവരനുഭവിച്ച ട്രോമ, അവരനുഭവിച്ച വേദന, ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പ്രോസിക്യൂഷന് ഇത് തെളിയിക്കാൻ അല്ലെങ്കിൽ പോലീസിന് തെളിയിക്കാൻ പറ്റിയില്ല എന്നുള്ള ഒറ്റ കണ്ടീഷൻ കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വേർഡിക്റ്റ് പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് അത് അംഗീകരിക്കാൻ അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പൊതുസമൂഹത്തിൽ ഒരു വലിയ വിഭാഗത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തെക്കാളും കൂടുതലായിട്ട് ഇതിനെപ്പറ്റി ഒരു വലിയ ഡിസ്കഷൻ തന്നെ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ ഞാനും ഈ ഫ്ലോറിൽ വന്ന് നിൽക്കുന്നത്. ഇതൊരു ഡിബേറ്റബിൾ വിഷയമായിട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ കോടതിയുടെ മുമ്പിൽ വരുന്നപ്പോൾ പ്രത്യേകിച്ച് ആസിഫ് അലി സാറിനൊക്കെ അറിയാം, എന്നെക്കാളും ഒക്കെ എത്രയോ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹം പ്രാഗൽഭ്യമുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് അത്രമാത്രം പറയാൻ പറ്റുമെന്നറിയില്ല. എങ്കിലും ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഈ ഗൂഢാലോചന എന്ന് പറഞ്ഞൊരു സംഭവം തെളിയിക്കുക എന്ന് പറയുന്നത് ശ്രമകരമാണ്, അതത്ര എളുപ്പമല്ല. അപ്പം ആ ഒരു വിഷയങ്ങളൊക്കെ ഈ കോടതി കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മേൽക്കോടതിയിൽ വരുമ്പോഴേ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇപ്പൊ സ്മൃതി പറഞ്ഞതുപോലെ ഏകദേശം 125ഓളം തെളിവുകൾ മുന്നിൽ വെച്ചിട്ട് അതൊന്നും കോടതി പരിഗണിച്ചിട്ടില്ലെങ്കിൽ ആ പ്ലീ എല്ലാം കൂടി പോകേണ്ടത് മേൽക്കോടതിയിലേക്കാണ് എന്നുള്ളൊരു വസ്തുത തന്നെയാണ് എന്റെ മുന്നിലുള്ള ഒരു വിഷയം. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നേരത്തെ ഉള്ള IPC 120A and 120B അതാണ് തോന്നുന്നു. അതിനുശേഷം ഇപ്പോൾ BNS 61A ഇത് രണ്ടും ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഈ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ് 8ാം പ്രതിയായ ദിലീപിനെ ഇതിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. അതാണ് വസ്തുത, അതാണല്ലോ നമ്മുടെ വേർഡിക്റ്റ്. നമ്മളെല്ലാവരും കണ്ടതും അത് തന്നെയാണ്. ഈ പൾസർ സുനി എന്ന് പറഞ്ഞ ഒരാൾ ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരാളാണെന്നുള്ള കാര്യവും നേരത്തെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. സമാനമായ പ്രവൃത്തിയിൽ അയാൾ ഇടപെട്ടിട്ടുമുണ്ട് എന്നുള്ളതാണ് സത്യം. ഈ വിഷയം നടക്കുമ്പോൾ തന്നെ അയാൾ ആ കുട്ടിയെ ഉപദ്രവിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കുന്ന അവർ കരഞ്ഞു പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാൽ എന്നെ ഉപദ്രവിക്കില്ല, എന്ത് വേണമെങ്കിലും കൂടുതൽ തരാമെന്ന് പറയുമ്പോൾ ഒരു മാഡം എന്നൊരു വാക്ക് അവിടെ പൾസർ സുനി ഉപയോഗിച്ചു തന്നെ. അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അത് പോലീസ് ഭാഷ്യത്തിലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അതിന്റെ ഫുൾ പകർപ്പ് കഴിഞ്ഞാൽ എൻ്റെ നാൾ വഴി എങ്ങനെയാണ് പോലീസ് എങ്ങനെയാണ് അന്വേഷിച്ചിരിക്കുന്നത്, അങ്ങനെ ഒരാളുണ്ടോ എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ കോടതി പരിഗണിച്ചിട്ടില്ല എന്നുള്ളതിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്നത് തീർച്ചയായിട്ടും മേൽക്കോടതിയിലേക്ക് പോകാനുള്ളൊരു അവസരമുണ്ട്. ആ മേൽക്കോടതിയിലേക്ക് പോയി കഴിയുമ്പോഴായിരിക്കും തീർച്ചയായിട്ടും നമുക്ക് അതിനെപ്പറ്റി കുറച്ചും കൂടി ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള. ഇനി അവിടെ വാദം നടക്കുമല്ലോ എന്ന് എനിക്കറിയില്ല. അങ്ങയുടെ മനസ്സിലാക്കൽ അനുസരിച്ചാണെങ്കിൽ ഇതിലൊരു പ്രോസിക്യൂഷന് വീഴ്ചയാണല്ലോ അങ്ങ് പറയുന്നത്. പക്ഷേ പ്രോസിക്യൂഷൻ അവിടെ മുന്നോട്ട് വെച്ച തെളിവുകൾ അത് കോടതി പരിഗണിച്ചിട്ടേ ഇല്ല എന്നാണ് അഡ്വക്കേറ്റ് അസഫ് അലി പറയുന്നത്. അതിൽ അങ്ങേക്ക് അസഫ് അലിക്ക് വേണമെങ്കിൽ, അദ്ദേഹത്തിന് വേണമെങ്കിൽ പ്രോസിക്യൂഷന് വീഴ്ച എന്ന് രാഷ്ട്രീയമായി പറയാം. ആ നിലയ്ക്കാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സമീപനം. പക്ഷെ അദ്ദേഹം അതല്ല പറയുന്നത്. പ്രോസിക്യൂഷൻ തെളിവുകൾ ഹാജരാക്കിയിട്ടും അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഉദാഹരണ സഹിതമാണ്. അതിൽ ഏറ്റവും പ്രധാനം മെമ്മറി കാർഡാണല്ലോ ശ്രീ നിഷാദ്. മെമ്മറി കാർഡിന്റെ കാര്യത്തിൽ 3 തവണ ഹാഷ് വാല്യൂ മാറ്റപ്പെട്ടു എന്ന് പറയുന്നത് അത് ചെറിയ കാര്യമല്ല. കോടതിയിൽ വെച്ചിരിക്കുന്ന, കോടതി സുരക്ഷിതമായി വെക്കേണ്ട മെമ്മറി കാർഡാണ് അവിടെ നിന്നും പുറത്തേക്ക് പോയിരിക്കുന്നത്. അത് എത്രത്തോളം മാറി മറിഞ്ഞു പോയിട്ടുണ്ടാകാം, അതിന്റെ കോപ്പി എടുത്തിട്ടുണ്ടാകും നമുക്കറിയില്ല. അപ്പോൾ എത്ര ഗുരുതരമായ കാര്യമാണ്. അത്രയും പ്രധാനപ്പെട്ട തെളിവുണ്ടായിട്ട് അതിലേക്ക് കോടതി തിരിഞ്ഞു നോക്കിയോ ശ്രീ നിഷാദ്? ഓരോ കോടതിക്കും അതിൻ്റെതായ രീതിയുണ്ട്. അപ്പൊ ഈ ഒരു വേർഡിക്റ്റിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, പൊതുസമൂഹത്തിന് പൊതുവേ ഉള്ളൊരു അഭിപ്രായം അതിജീവിതയ്ക്ക് വേണ്ടിയുള്ളതാണ്. കോടതിയുടെ അഭിപ്രായത്തോട് പൊതുസമൂഹത്തിന് അത്രമാത്രം താല്പര്യമില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. മുഖം തിരിച്ച് തന്നെയാണ് പൊതുസമൂഹം നിൽക്കുന്നത്. ഇവിടെ സർക്കാർ എടുത്തൊരു തീരുമാനത്തെ നമ്മൾ ശ്ലാഘിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം സർക്കാർ പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ സർക്കാർ അതിജീവിതയ്ക്കൊപ്പമാണ്, സർക്കാർ അപ്പീൽ പോകും. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ സർക്കാരിന് ഈ ഇതിൽ അതിജീവിതയ്ക്ക് മാക്സിമം നീതി കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ളൊരു വിഷയം കൂടി ഇതിന്റെ മുന്നിലുണ്ട്. ഞാൻ ആരെയും വെള്ളപൂശാനോ ആരും നിരപരാധിയാണെന്നോ പറയാൻ ഞാൻ ആളല്ല.
എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കേസിൽ ഈ കോടതിയുടെ വിധിയെപ്പറ്റി ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ ഒരു സംഘം, ഒരു വലിയ വിഭാഗം പൊതുസമൂഹത്തിൽ, ഞാൻ ആ സോഷ്യൽ മീഡിയയുടെ മാത്രം കാര്യങ്ങളല്ല, പൊതുസമൂഹത്തിൽ ഒരു വലിയ വിഭാഗം ഇതിന് നീതി ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു, അതിജീവിതയ്ക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ചയാവും, യാതൊരു സംശയവും വേണ്ട. കോടതി ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആ വിഷയമൊക്കെ മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ അത് ചർച്ചയാവും. അത് ആസിഫ് അലി സാറാണ് കൂടുതൽ അതിനെപ്പറ്റി പറയേണ്ടത്, എന്നെക്കാളും കൂടുതൽ അദ്ദേഹത്തിന് അറിയാം. അതായത് മേൽക്കോടതിയിൽ പോയാൽ ഇനിയൊരു വാദം നടക്കുമോ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ബാക്കിയുള്ള ഇത്. അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, സൂര്യനെല്ലി കേസ് ഇതുപോലെ പ്രശ്നങ്ങൾ വന്നിട്ട് അവസാനം സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചു വന്നു. അതുപോലെ തന്നെ അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ ഇനിയും ചർച്ച ചെയ്യപ്പെട്ടത് ഇതൊരു ഇന്നത്തെ ഒരൊറ്റ വിധിയിൽ കൊണ്ട് മാത്രം തീരുന്നതല്ലല്ലോ. അത് ശരിയാണ്. പക്ഷേ അതിനുശേഷം ദിലീപ് പുറത്തിറങ്ങിയ ശേഷം നടത്തിയിരിക്കുന്ന പ്രതികരണം അത് ആശങ്കപ്പെടുത്തുന്നതാണ്. അത് മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ടായാലും അതൊരു ക്രിമിനൽ ഗൂഢാലോചന എന്ന് പറയുന്നു. ആ ക്രിമിനൽ ഗൂഢാലോചന എന്ന് പറഞ്ഞതിൽ നിന്നാണ് കേസ് തുടങ്ങുന്നത്. അത് മഞ്ജുവിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ആ പ്രതികരണം നടത്തുന്നത്. അതിലൊരു വൈരാഗ്യ ബുദ്ധിയും ഒരു പ്രതികാര ബുദ്ധിയും സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? രണ്ട് കാര്യങ്ങൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ. സ്മൃതിയുടെ ചോദ്യം എനിക്ക് മനസ്സിലായി. അത് സ്മൃതി പറഞ്ഞുള്ള കുറ്റം പറയാൻ പറ്റില്ല, അത് ഒരു കക്ഷം. അത് അത്തരമൊരു സ്റ്റേറ്റ്മെന്റ് അതിലേക്ക് ഒഴിവാക്കേണ്ടതായിരുന്നു. പക്ഷേ വേറൊരു വിഷയം കൂടി, ഞാനിപ്പോൾ നമ്മൾ ഒരു കാര്യം ഒരു ചർച്ചയ്ക്കിരിക്കുമ്പോൾ ഒട്ടും ബയാസ്ഡ് ആവരുതെന്ന് എനിക്കൊരു കാര്യം. നമ്മളും ഇതിനു മുമ്പ് ഈ കേസിന്റെ നാൾ വഴികൾ പലവട്ടം സ്മൃതിയായിട്ടൊക്കെ ഇരുന്ന് ഞാൻ ഡിസ്കഷനിൽ ഇരുന്നിട്ടുള്ളൂ. അന്നും ഇന്നും ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം. അത് കുറ്റക്കാരൻ ആരാണെങ്കിലും ആ കുറ്റക്കാരൻ ശിക്ഷയപ്പെടണം. നിരപരാധികൾ ശിക്ഷയപ്പെടുകയും ചെയ്തു. ആ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഒരാൾ കുറ്റം ചെയ്തു എന്നുള്ളത്, ഇപ്പം ഞാനായാലും നിങ്ങളായാലും ആരായാലും എന്നെ കേൾക്കുന്നവരായാലും ഒരാൾ കുറ്റം ചെയ്യുന്നുള്ള അയാൾക്ക് മനസാക്ഷിക്കും മാത്രം അറിയാവുന്ന കാര്യമാണ്. ഒരാൾ കുറ്റം ചെയ്തില്ല എന്നുള്ള കാര്യവും അയാൾക്കും അയാളുടെ മനസാക്ഷിക്കും ചേർന്ന് മാത്രം അറിയാവുന്ന കാര്യമാണ്. ഇപ്പം സ്വാഭാവികമായിട്ടും അത്തരമൊരു റിയാക്ഷൻ ആയിക്കൂടാവുന്നില്ല. അയാൾ നിരപരാധിയാണെന്നാൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പറയുന്നതായിരിക്കുന്ന അങ്ങനെ ഒരു വേർഷനും കൂടെ, എന്റെ വേർഷനല്ല, അങ്ങനെ ഒരു വേർഷനും ഉണ്ട്. പക്ഷെ അത്തരമൊരു സ്റ്റേറ്റ്മെന്റ് ഈ ഒരു അവസരത്തിൽ ഒഴിവാക്കണമായിരുന്നു, തീർച്ചയായിട്ടും ഒഴിവാക്കണമായിരുന്നു. എനിക്ക് ആ അഭിപ്രായത്തോട് യോജിപ്പുണ്ട്. അത് അങ്ങനെ ഗൂഢാലോചന, അയാൾക്കെതിരെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്ന് അയാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, ഉത്തമ ബോധ്യമുണ്ട്, അദ്ദേഹത്തിന്റെ വക്കീലും പറഞ്ഞ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതും അന്വേഷിക്കണം. അതും വേണ്ടേ? ഏതൊരു വ്യക്തിക്കാണെങ്കിലും അപരാധിയാണെങ്കിലും നിരപരാധിയാണെങ്കിലും അദ്ദേഹത്തിന് ആ ഒരു ഇതുകൊണ്ട് എനിക്കെതിരെ ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്, അത് ഞാൻ അന്വേഷിക്കണം, അല്ലെങ്കിൽ അത് അങ്ങനെ അന്വേഷിക്കണമെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഈ ഒരു അവസരത്തിൽ അത്തരമൊരു സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.